വിശുദ്ധ റമസാനിലെ 4-ാം വെള്ളിയുടെ പുണ്യം നുകർന്ന് വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്തും പള്ളികളിലെത്തി പ്രാർത്ഥനകളിൽ മുഴുകിയും വിശ്വാസികൾ റമദാനിലെ ഈ പുണ്യദിനത്തെ ഭക്തിസാന്ദ്രമാക്കി. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. റമദാനിലെ 4-ാമത്തെ വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ പള്ളികളെല്ലാം ഭക്തിസാന്ദ്രതയാൽ നിറഞ്ഞൊഴുകി. നരക വിമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും അവസാന പത്തിലെ വെള്ളിയാഴ്ച പള്ളികളിൽ ജുമുഅക്കെത്തിയവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ജുമുഅക്ക് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ പള്ളികളിലെത്തി ആളുകൾ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി. ഭക്തിയുടെയും ആത്മവിശുദ്ധിയുടെയും നിറവിൽ വിശ്വാസികൾ വികാര നിർഭരരായി. അനാരോഗ്യം വകവയ്ക്കാതെ വയോധികരും രോഗികളും ഒരുപോലെ പള്ളിയിലെത്തിയിരുന്നു. ദൈവോപാസനയുടെ പരിസമാപ്തിയിൽ സായുജ്യ സാഫല്യമണിഞ്ഞ ഭക്തിയുടെ നിറവിലായിരുന്നു ഓരോ വിശ്വാസ മനസ്സും. വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ പുണ്യം തുടർന്നുള്ള ജീവിതത്തിലും പകർത്തി മുന്നോട്ടു പോകണമെന്ന് പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഇമാമുമാർ ഉത്ബോധിപ്പിച്ചു. 1 മാസക്കാലം പുണ്യങ്ങൾ ചെയ്യുവാനായതിൻ്റെ ആത്മനിർവൃതിയും ചെയ്ത കർമ്മങ്ങൾ അർഹമായ രീതിയിൽ സ്വീകരിക്കപ്പെടുവാനുള്ള പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഈ ദിനത്തിൻ്റെ പവിത്രതയെ ഹൃദയത്തിലേറ്റി. നിർബന്ധ ദാനത്തിനു പുറമെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും അശരണരെയും ആലംബഹീനരെയും സഹായിക്കുവാനും അവർക്ക് ജീവിത വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുവാനുമാണ് റമദാനിലെ അവസാന നാളുകളിൽ വിശ്വാസികൾ മുന്നിട്ടിറങ്ങിയത്. കാസർഗോട്ടെ പള്ളികളിലെല്ലാം വലിയ തിരക്കാണ് 4-ാം വെള്ളിയാഴ്ച അനുഭവപ്പെട്ടത്. റമദാൻ വിട പറയുവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.